കർണാടകയിലെ ഹാസൻ ജില്ലയിലുള്ള ഹാലേബിഡുവിലാണ് ഞാനിപ്പോൾ. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ജൈനക്ഷേത്രം മുഗളരുടെ അധിനിവേശ കാലത്ത് തകർക്കപ്പെട്ടത്. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംരക്ഷിച്ചു വരുന്നത് ഹൊയ്സാല ജൈനക്ഷേത്രം. 11-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ ജൈനമതം ശക്തമായ സാന്നിധ്യം നിലനിർത്തിയിരുന്ന ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹാലേബിഡു. കേദാരേശ്വര ക്ഷേത്രത്തിനും ദ്വാരസമുദ്ര തടാകത്തിനും വളരെ അടുത്താണ് ഈ ക്ഷേത്ര സമുച്ചയം. ഇടതുവശത്ത് കാണുന്നത് ശാന്തിനാഥ ബസതി, മധ്യത്തിൽ ചെറുത് ആദിനാഥ ബസതി, വലതുവശത്തുള്ളത് പാർശ്വനാഥ ബസതി. നമ്മൾ പ്രവേശിക്കുന്നത് പാർശ്വനാഥ ബസതിയിലേക്ക്. ജൈന പാരമ്പര്യത്തിലെ 24 തീർത്ഥങ്കരന്മാരിൽ 23ാമത് തീർത്ഥങ്കരനായ പാർശ്വനാഥ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. പഴയ നാശനഷ്ടങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാം. ഇക്ഷ്വാകു രാജവംശത്തിലെ രാജാവായ അശ്വസേനയുടെയും രാജ്ഞി വാമദേവിയുടെയും മകനായിട്ട് ക്രിസ്തുവിന് മുമ്പ് 872 ജനിച്ച് 772 മരണമടഞ്ഞ ഇക്ഷ്വാകു രാജകുമാരൻ, ഇന്നത്തെയും പഴയകാലത്തെയും വാരണാസിയിലെ രാജാവായിരുന്ന പാർശ്വനാഥൻ. 1133 വിഷ്ണുവർദ്ധന രാജാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ മന്ത്രിയായിരുന്ന ഗംഗാരാജൻ്റെ മകനായ ബൊപ്പദേവയാണ് പാർശ്വനാഥ ബസതി എന്ന ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 18 അടി അല്ലെങ്കിൽ 5.5 മീറ്റർ ഉയരമുള്ള പാർശ്വനാഥ ശില്പം. ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഈ കൽമണ്ഡപം. കലാപരമായ ആഘോഷങ്ങൾ നടത്തിവന്ന ദ്രാവിഡ ശൈലിയിൽ മനോഹരമായി നിർമ്മിച്ച നവരംഗ മണ്ഡപം. ഇത് ശ്രീ അസ്ലാം ഷെരീഫ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അംഗീകൃത ഗൈഡ്. 2 ദിവസമായി ഇദ്ദേഹമാണ് എൻ്റെ വഴികാട്ടി. ചരിത്ര പുസ്തകങ്ങൾ അരച്ചു കലക്കി കുടിച്ച ഒരു ഗൈഡെന്ന് പറയാം. ഇവിടുത്തെ ജൈന ബസതികളിൽ ഏറ്റവും ചെറുതാണ് ഈ കാണുന്ന 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ആദിനാഥ ബസതി. 1131 ദ്വാരസമുദ്ര ഉപരോധ സമയത്ത് അലാവുദ്ദീൻ ഖിൽജിയുടെ ജനറലായിരുന്ന മാലിക് കഫൂറും 1326 മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ജനറൽ സാലറും ഈ ക്ഷേത്രങ്ങൾ 2 തവണ കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരനായ ആദിനാഥൻ്റെ പ്രായത്തെക്കുറിച്ചും ഉയരത്തെക്കുറിച്ചും അവിശ്വസനീയമായ വിവരങ്ങളാണ് നിലവിലുള്ളത്. ജൈന ഗ്രന്ഥങ്ങൾ അനുസരിച്ച് പ്രായത്തെക്കുറിച്ച് 8.4 ദശലക്ഷം പൂർവ്വങ്ങൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഉയരം പ്രതിപാദിച്ചിരിക്കുന്നത് 500 ധനുഷ് എന്നാണ്. ഇത് രണ്ടിലും വിശ്വസനീയതയില്ല. 1192 വീരബല്ലാല രണ്ടാമൻ്റെ ഭരണകാലത്താണ് ഈ കാണുന്ന ശാന്തിനാഥ ബസതി നിർമ്മിക്കപ്പെട്ടത്. 16ാമത് തീർത്ഥങ്കരനായ ശാന്തിനാഥൻ്റെ 18 അടി ഉയരമുള്ള ശില്പമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത് മാനസ്തംഭ എന്ന ജൈന ഭാഷയിൽ പറയുന്ന ഒറ്റക്കല്ലിൽ നിർമ്മിക്കപ്പെട്ട 18 അടി ഉയരമുള്ള ഒരു തൂണ്. എല്ലാ ജൈനക്ഷേത്രങ്ങളുടെയും മുമ്പിൽ ജൈനരുടെ അടയാളമായി ഇങ്ങനെയൊരു തൂണ് നമുക്ക് കാണാൻ സാധിക്കും. പാല്, തൈര്, തേൻ, കരിമ്പിൻ എന്നിവ ഉപയോഗിച്ച് പൂജാസമയത്ത് അഭിഷേകം ചെയ്യപ്പെടുന്ന നിത്യപൂജയുള്ള പ്രതിഷ്ഠകളാണ് ഈ 3 ബസതികളിലും ഉള്ളത്. 1715 ഹിന്ദു സന്യാസിയായിരുന്ന രാമാനുജാചാര്യരെ കാണുന്നതുവരെ ഹൊയ്സാല രാജാവായ വിഷ്ണുവർദ്ധൻ ജൈനമത അനുയായി ആയിരുന്നു. പിന്നീട് അദ്ദേഹം ഹൈന്ദവ വിശ്വാസിയായതിൻ്റെ സ്മാരകമാണ് ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രം. നമുക്ക് മടങ്ങാം. ശേഷം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.